സുവർണ കഥകളിൽ ഇന്ന് കേറ്റ് ഷോപ്പിൻ എഴുതിയ ലോക്കറ്റ് എന്ന കഥ. മലയാള പരിഭാഷ ഉണ്ണികൃഷ്ണൻ പോൽക്കൽ. 1. ഒരു ശരത്കാല രാത്രിയിൽ കുറച്ചുപേർ കുന്നിൻ ചെരുവിലിരുന്ന് തീകായുകയായിരുന്നു. സഖ്യകക്ഷി സൈന്യത്തിൻ്റെ ചെറുവിഭാഗത്തിലുൾപ്പെട്ട അവർ മുമ്പോട്ടു നീങ്ങാനുള്ള കൽപ്പനയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. അവരുടെ ചാരനിറമുള്ള യൂണിഫോം കീറിപ്പറിഞ്ഞ് വൃത്തികേടായിരുന്നു. കൂട്ടത്തിലൊരാൾ തകരക്കപ്പിൽ എന്തോ എടുത്ത് കനൽക്കട്ടകളുടെ മീതെ വച്ച് ചൂടാക്കിക്കൊണ്ടിരുന്നു. രണ്ടുപേർ അല്പം മാറി നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു. തീവെട്ടത്തിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു കത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്ന നാലാമൻ തൻ്റെ ഫ്ലാനൽ ഷർട്ടിൻ്റെ കോളർ ബട്ടൺ ഊരി വസ്ത്രത്തിൻ്റെ മുൻവശം തെല്ലൊന്നയച്ചു. "നിങ്ങളുടെ കഴുത്തിൽ എന്താണ് നേഡ്?" ഇരുളിൽ കിടന്നിരുന്നവരിൽ ഒരാൾ ചോദിച്ചു. നേഡ് അഥവാ എഡ്മണ്ട് മറുപടി ഒന്നും നൽകാതെ തികച്ചും യാന്ത്രികമായി അടുത്ത ബട്ടൺ കൂടി അഴിച്ച് കത്ത് വായിക്കുന്നത് തുടർന്നു. "നിന്റെ പ്രണയിനിയുടെ ചിത്രമാണോ അത്?" "പരദൂഷണം വേണ്ടടോ, അതൊരു പെൺകുട്ടിയുടെ ചിത്രമല്ല." തീക്ക് സമീപം ഇരുന്നയാൾ പറഞ്ഞു. കനലിൽ നിന്നും പുറത്തെടുത്ത തകരക്കപ്പിലെ കട്ടിയായ ദ്രാവകം ചെറുകമ്പുകൊണ്ടിളക്കുകയായിരുന്നു അയാൾ അന്നേരം. "അതവന് പുരോഹിതന്മാരാരോ മന്ത്രിച്ചു കെട്ടിക്കൊടുത്തതാണ്, കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ. കത്തോലിക്കരെ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ ഫ്രഞ്ചുകാരന് ദേഹത്തൊരു പോറലുപോലും ഏൽക്കാതെ വലിയ പദവിയിൽ തുടരാനായത്. ഏയ് ഫ്രഞ്ചുകാരാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ?" എഡ്മണ്ട് വായിച്ചുകൊണ്ടിരുന്ന കത്തിൽ നിന്ന് അലക്ഷ്യമായി തല ഉയർത്തി. "എന്താണിത്? നിന്റെ കഴുത്തിലുള്ളത് ഒരു ലോക്കറ്റല്ലേ?" "അതെ നിക്ക്," എഡ്മണ്ട് ഒരു ചെറുചിരിയോടെ പറഞ്ഞു. "ഞാനിതില്ലാതെ കഴിഞ്ഞ 1.5 വർഷം എങ്ങനെ ജീവിക്കുമായിരുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ." അതിനകം വായിച്ചു തീർത്ത കത്ത് എഡ്മണ്ടിൻ്റെ ഹൃദയഭാരം വർദ്ധിപ്പിച്ചിരുന്നു. അത് അയാളെ ഗൃഹാതുരനാക്കിയിരുന്നു. അയാൾ നീണ്ടു നിവർന്ന് കിടന്ന് ആകാശത്ത് കഞ്ചിമുന്ന നക്ഷത്രങ്ങളെ നോക്കി. എന്നാൽ അവയെക്കുറിച്ചോ മറ്റെന്തിനേയും പറ്റിയോ ആയിരുന്നില്ല അയാൾ ചിന്തിച്ചത്. നിറയെ പൂത്തുനിന്ന ക്ലെമറ്റിസ് പടർപ്പുകളിൽ വണ്ടുകൾ മൂളിക്കൊണ്ടിരുന്ന ഒരു വസന്തകാല ദിനത്തിൽ തന്നെ യാത്രയാക്കിയ പെൺകുട്ടിയെയായിരുന്നു അയാൾ ഓർത്തുകൊണ്ടിരുന്നത്. അവൾ സ്വന്തം കഴുത്തിലണിഞ്ഞിരുന്ന ലോക്കറ്റ് അഴിച്ചുമാറ്റിയതിനു ശേഷം അയാളുടേതെന്ന മട്ടിൽ കെട്ടിക്കൊടുക്കുന്നത് കാണാമായിരുന്നു. അവളുടെ അപ്പൻ്റെയും അമ്മയുടെയും ചെറുരൂപങ്ങളും പേരുകളും വിവാഹ തീയതിയുമൊക്കെ ചേർത്ത പഴഞ്ചൻ മട്ടിലുള്ള ഒരു സ്വർണ്ണ ലോക്കറ്റായിരുന്നു അത്. അവൾ ഭൂമിയിൽ ഏറ്റവും വിലമതിച്ചിരുന്ന ഒന്ന്. അവളുടെ വെളുത്ത ഗൗണിലെ പതുപതുത്ത ഞൊറികളുടെ അന്നത്തെ സ്പർശം എഡ്മണ്ടിന് ഇപ്പോഴും അറിയാനാവുന്നുണ്ട്. തൻ്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന അവളുടെ വസ്ത്രക്കൈകളുടെ ഒതുക്കവും അയാൾക്കറിയാം. വേർപിരിയലിൻ്റെ വേദന കൊണ്ടഴലുന്ന ദുഃഖഭരിതവും ഹൃദയത്തെ കൊളുത്തി വലിക്കുന്നതുമായ അവളുടെ ഓമനമുഖം ജീവിതത്തിലെന്നതുപോലെ സ്പഷ്ടമായി അയാളുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. കൈത്തലങ്ങളിൽ മുഖമടക്കി പിന്നെ കമിഴ്ന്ന് അനങ്ങാതെ കിടന്നു അയാൾ. നിശബ്ദനും ശാന്തപ്രകൃതിയും നിഗൂഢതകൾ നിറഞ്ഞവനുമായ ഒരൊറ്റുകാരനെ പോലെ രാത്രി ക്യാമ്പിനു മുകളിൽ കനത്തുകിടന്നു. ഒക്ടേവിയ തനിക്കെഴുത്തു നൽകിയ ആ ചന്ത ദിവസത്തെ എഡ്മണ്ട് സ്വപ്നം കണ്ടു. അന്നവൾക്ക് ഇരിക്കാനായി നൽകാൻ ഒരു കസേര പോലുമില്ലായിരുന്നു. അയാൾക്ക് താൻ ഉടുത്തിരുന്ന വസ്ത്രത്തെക്കുറിച്ച് പരിഭ്രമവും വേദനയും തോന്നിയിരുന്നു. അവളെ കൂടെ കഴിക്കാനായി നിർബന്ധിച്ച ഉച്ചഭക്ഷണം അയാളിൽ ആത്മനിന്ദയേറ്റിയിരുന്നു. കഴുത്തിൽ ഒരു സർപ്പം ചുറ്റിവരിയുന്നതായി അയാൾ സ്വപ്നം കണ്ടു. പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോൾ വഴുവഴുപ്പോടെ അത് കൈപ്പിടിയിൽ നിന്നും തെന്നിമാറി. അയാൾ ഉറക്കത്തിൽ നിലവിളിച്ചു. "ഓ ഫ്രഞ്ചുകാരാ, നിങ്ങളെ കൊണ്ട് തോറ്റു." നിക്കിൻ്റെ മുഖം കോപം കൊണ്ട് വിറച്ചു. ചിട്ടയായ ചലനങ്ങൾക്കപ്പുറം ഒരു വെപ്രാളവും തിരക്കുമാണ് അവിടെ കാണപ്പെട്ടത്. പൈൻമരങ്ങൾക്കിടയിൽ പൊടുന്നനെ തെളിഞ്ഞ വെളിച്ചത്തിനൊപ്പം ആ മലമ്പ്രദേശമാകമാനം ശബ്ദഘോഷത്തോടെ ജീവൻ വച്ചു ചലിക്കാൻ തുടങ്ങി. കിഴക്കേ ഇരുട്ടിൽ നിന്നും പ്രഭാതം ചുരുൾ നിവർന്നുണർന്നു. താഴെ സമതലങ്ങളിൽ മങ്ങിയ വെളിച്ചം പരക്കാൻ ഇനിയും നേരമുണ്ട്. എന്താണിതൊക്കെ?
വൻമരത്തിൻ്റെ മുകളിൽ ചേക്കേറിയ ഒരു കറുത്ത വലിയ പക്ഷി ആശ്ചര്യപ്പെട്ടു. അവൻ പഴയൊരു ഏകാഗിയായ ജ്ഞാനിയായിരുന്നു. പക്ഷേ എന്താണ് നടക്കുന്നതെന്നറിയാൻ മാത്രം ജ്ഞാനം അവനില്ലായിരുന്നു. അതുകൊണ്ട് ദിനം മുഴുവൻ അവൻ മിഴികൾ ചിമ്മി വിസ്മയപ്പെട്ടുകൊണ്ടിരുന്നു. ശബ്ദാഘോഷം സമതലങ്ങളിലൂടെ ബഹുദൂരം ചെന്ന് മലകൾ കടന്ന് തൊട്ടിലുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞുങ്ങളെ ഉണർത്തി. പുകപടലങ്ങൾ സൂര്യനോളം ഉയർന്നു പൊങ്ങി സമതലങ്ങളിൽ നിഴൽ പടർത്തി. ബുദ്ധിയില്ലാത്ത പറവകൾ അത് മഴയുടെ തുടക്കമാണെന്ന് കരുതി. ബുദ്ധിയുള്ളവർക്കറിയാമായിരുന്നു വാസ്തവം. അവർ കുട്ടികൾ കളിക്കുകയാണ്. കറുത്ത പക്ഷി അങ്ങനെ കരുതി. വേണ്ടുവോളം നോക്കി നിന്നാൽ എനിക്കതേപ്പറ്റി കൂടുതൽ മനസ്സിലാകും. രാത്രി വന്നതോടെ ശബ്ദകോലാഹലങ്ങളും പുകപടലങ്ങളുമായി അവർ മാഞ്ഞുപോയി. അപ്പോൾ ആ വയസ്സൻ പറവ തൂവലുകൾ വിരിയിച്ചു നിന്നു. ഒടുക്കം അവനും മനസ്സിലാക്കി. കറുത്ത വലിയ ചിറകുകൾ വീശിക്കൊണ്ട് സമതലത്തെ ലക്ഷ്യമാക്കി വട്ടം ചുറ്റിക്കൊണ്ട് അവൻ പറന്നിറങ്ങി. പുരോഹിത വേഷധാരിയായ ഒരാൾ സമതലത്തിലൂടെ നടക്കുകയായിരുന്നു. അവിടെ വീണുകിടന്നിരുന്ന പരാജിതരിൽ ജീവന്റെ ഒരു സ്ഫുരണമെങ്കിലും അവശേഷിക്കുന്നവർക്ക് സത്യവിശ്വാസത്തിൻ്റെ സാന്ത്വനം പകർന്നു കൊടുക്കുകയായിരുന്നു അയാളുടെ ദൗത്യം. ബക്കറ്റു നിറയെ വെള്ളവും ഫ്ലാസ്കിൽ വീഞ്ഞുമായി ഒരു കറുത്ത വർഗക്കാരനും അയാൾക്കൊപ്പം നീങ്ങി. മുറിവേറ്റവരെയെല്ലാം അവിടെ നിന്ന് മാറ്റിയിരുന്നു. പെട്ടെന്നുള്ള സേനാ പിന്മാറ്റമായിരുന്നതിനാൽ മരിച്ചവരെ നോക്കേണ്ട ചുമതല മനുഷ്യസ്നേഹികൾക്കും കഴുകന്മാർക്കുമായി ശേഷിച്ചു. അവിടെ കൗമാരം വിട്ടിട്ടില്ലാത്ത ഒരു സൈനികൻ ആകാശത്തിനു നേരെ മുഖമുയർത്തി അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ജീവനു വേണ്ടിയുള്ള ഒടുക്കത്തെ ദാഹത്തിൽ ഇരുവശത്തുനിന്നും പുൽത്തണ്ടുകൾ പിടിച്ചുപറിച്ചതുമൂലം അയാളുടെ കൈനഖങ്ങൾ ചളിമണ്ണും പുൽക്കഷണങ്ങളും കൊണ്ട് പൊതിയപ്പെട്ടിരുന്നു. അയാളുടെ കൈത്തോക്ക് നഷ്ടമായിരുന്നു. അയാൾക്ക് തൊപ്പിയില്ലായിരുന്നു. ആ മുഖത്തും വസ്ത്രങ്ങളിലും ചളി പുരണ്ടിരുന്നു. അയാളുടെ കഴുത്തിൽ ഒരു സ്വർണ്ണ ചെയിനും ലോക്കറ്റും ഉണ്ടായിരുന്നു. പുരോഹിതൻ കുനിഞ്ഞ് ചെയിനിൻ്റെ കൊളുത്തഴിച്ചതിനു ശേഷം മരിച്ച സൈനികന്റെ കഴുത്തിൽ നിന്നും അതെടുത്തു. യുദ്ധത്തിൻ്റെ ഭീകരതകൾ കണ്ടുകൊണ്ടാണ് എന്നും പുരോഹിതൻ ജീവിച്ചത്. എന്തിനേയും അചഞ്ചലനായി നേരിടാനും കഴിയുമായിരുന്നു. എന്നാൽ യുദ്ധം സൃഷ്ടിക്കുന്ന യാതനകൾ എക്കാലത്തും അയാളുടെ കുറുകിയ വൃദ്ധനേത്രങ്ങളെ അറിയാതെ നനയിച്ചുകൊണ്ടിരുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള മണിനാദം അരനാഴിക അകലത്തുനിന്നും പതിഞ്ഞ ശബ്ദത്തിൽ കേൾക്കുമാറായി. ആശീർവാദ പ്രാർത്ഥനയ്ക്കും മരിച്ചവർക്കുള്ള ഒപ്പീസ് ചൊല്ലാനും വേണ്ടി പുരോഹിതനോടൊപ്പം കറുത്ത വർഗക്കാരനും മുട്ടുകുത്തി. 2. ഒരു വസന്തദിനത്തിൻ്റെ സ്വച്ഛതയും സൗന്ദര്യവും പ്രാർത്ഥനാനുഗ്രഹം പോലെ ഭൂമിയിൽ വർഷിച്ചു. മധ്യ ലൂയിസിയാനയിലെ ഇലകൾ വീണടിഞ്ഞിടുങ്ങിപ്പോയ വളഞ്ഞുപുളഞ്ഞ നിരത്തിലൂടെ പരുക്കൻ നാട്ടുവഴികളിൽ ഓടിക്കാൻ പൊതുവെ വിഷമകരമായ ഒരു പഴഞ്ചൻ കുതിരവണ്ടി ഒച്ചയുണ്ടാക്കിക്കൊണ്ട് നീങ്ങി. കറുത്തു തടിച്ച വണ്ടിക്കാരൻ്റെ തുടർച്ചയായുള്ള ശാസനകൾ ഒട്ടും പരിഗണിക്കാതെ കൊഴുത്ത കുതിരകൾ അളന്നുമുറിച്ച ചുവടുകളോടെ മന്ദഗതി തുടർന്നു. ഒക്ലേവിയയും അവളുടെ വൃദ്ധ സുഹൃത്തും അയൽവാസിയുമായ ജഡ്ജ് പില്യറുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ജഡ്ജ് പില്യർ അവളെ പ്രഭാത സവാരിക്ക് കൊണ്ടുപോവാനായി വന്നതായിരുന്നു. ചിത്രപ്പണികളൊന്നുമില്ലാത്ത ഒരു കറുത്ത വസ്ത്രമായിരുന്നു ഒക്ടേവിയ ധരിച്ചിരുന്നത്. അരയിൽ ഒരു വീതി കുറഞ്ഞ ബെൽറ്റ് കെട്ടുകയും വസ്ത്രത്തിൻ്റെ കൈകൾ മണിബന്ധത്തിൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഹൂപ്പ് സ്കേർട്ട് അഴിച്ചുമാറ്റിയിരുന്നതുകൊണ്ട് അവൾ ഒരു കന്യാസ്ത്രീയെപ്പോലെ തോന്നിച്ചു. അവളുടെ ബ്രായുടെ മടക്കുകൾക്കിടയിൽ പഴയ ലോക്കറ്റ് കൂടുകൂട്ടിയിരുന്നു. അവളിപ്പോൾ ആ ലോക്കറ്റ് പുറമേ കാണിക്കാറില്ല. ഒരാളുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു സുപ്രധാന ഘട്ടത്തെ എന്നെന്നും അടയാളപ്പെടുത്തുന്ന വിശിഷ്ട വസ്തുവിനെ പോലെ അമൂല്യമായി മാറിയ അത് അവളിലേക്ക് തന്നെ തിരിച്ചെത്തുകയും അവളുടെ കൺമുൻപിൽ വിശുദ്ധമാക്കപ്പെടുകയും ചെയ്തു. ലോക്കറ്റിനോടൊപ്പം കൊടുത്തയച്ച കത്ത് അവൾ ഒരു 100 തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്. അന്നു കാലത്തുകൂടി അവൾ അത് ശ്രദ്ധാപൂർവം നോക്കിയിട്ടുണ്ടായിരുന്നു. മടിയിൽ നിവർത്തിവച്ച എഴുത്തുമായി ജാലകത്തിനരികിലിരിക്കവേ കാറ്റിലലിഞ്ഞ് പറവകളുടെ സംഗീതവും പ്രാണികളുടെ മൂളക്കവും ഒപ്പം ഹൃദയഹാരിയായ സുഗന്ധവും അവളിലേക്ക് പ്രവേശിച്ചു. പുരോഹിതന്റെ എഴുത്ത് പലവരു വായിക്കും തോറും
ഒരുതരം അയഥാർത്ഥ ബോധം അവളിൽ ആവേശിച്ചു തുടങ്ങി. അത്രമാത്രം ചെറുപ്പമായിരുന്നു അവൾ. ലോകമാവട്ടെ ഏറെ സുന്ദരവും. പശ്ചിമാംബരത്തിലെ സ്വർണവർണ്ണവും ചുവപ്പും മാഞ്ഞു പോയിരിക്കുന്നു. മരിച്ചവരുടെ മുഖങ്ങൾ മറയ്ക്കുവാനായി രാവ് നിഴലുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശരത്കാല ദിനങ്ങൾ അവസാനിക്കുവാൻ പോവുകയാണെന്നും കത്തിൽ പറഞ്ഞിരിക്കുന്നു. മരിച്ചവരിൽ ഒരാൾ തൻ്റെ സ്വന്തമായിരുന്നെന്ന് വിശ്വസിക്കാനാവാതെ കഠിനവേദനയോടെ അവൾ ആകാശത്തേക്ക് മുഖമുയർത്തി. എതിർപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒരു വിറയൽ ശരീരമെമ്പാടും നിറഞ്ഞ് അവളെ കീഴ്പ്പെടുത്തി. അവനില്ലാതായെങ്കിൽ പിന്നെ പൂക്കളും അവയുടെ വശ്യഗന്ധവും നിറഞ്ഞ വസന്തം എന്തിന്? അവൾ എന്തിനിവിടെ? ജീവനും ജീവിതവും കൊണ്ട് അവൾക്കിനി എന്ത്? നിരാശയുടെ അത്തരം നിരവധി ഘട്ടങ്ങൾ ഒക്ടേവിയ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സഹനം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും ക്ഷമാശീലം ഒരു മേലങ്കി കണക്കെ അവളെ പൊതിയുകയും ചെയ്യാറുണ്ട്. വയസ്സാവുമ്പോൾ ഞാൻ പാവം ടേവി അമ്മായിയെപ്പോലെ ശാന്തയും വിഷാദഭരിതയുമായി തീരും. പിറുപിറുത്തുകൊണ്ട് അവൾ ആ കത്ത് മടക്കി മേശവലിപ്പിൽ വച്ചു. ടേവി അമ്മായിയുടേതിന് സമാനമായ ഒരു ഗൗരവഭാവം അതിനകം തന്നെ ഒക്ടേവിയ സ്വരൂപിച്ചിരുന്നു. യൗവനത്തിന്റെ മായികാവസ്ഥയിൽ നേരിടേണ്ടി വന്ന ദുരന്താനുഭവങ്ങൾ, ജൈവിക ചോദനകളെല്ലാം ചോർത്തിക്കളഞ്ഞ മാഡം മൊസാവ് ടോവിയെ അബോധത്തിൽ അനുകരിച്ചുകൊണ്ട് അവൾ മന്ദം മന്ദം നടന്നു. മരിച്ചുപോയ പ്രിയതമന്റെ പിതാവിനോടൊപ്പം കുതിരവണ്ടിയിലിരിക്കെ എന്നും കീഴടക്കിക്കൊണ്ടിരുന്ന വല്ലാത്ത ഒരു നഷ്ടബോധം വീണ്ടും അവളിൽ വന്നെത്തി. അവളുടെ ആത്മാവിൻ്റെ ചെറുപ്പം ലോകത്തിലെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി കേണു. അവൾ മുഖപടം വലിച്ചു താഴ്ത്തി വണ്ടിയിൽ ചാരിയിരുന്നു. ടേവി അമ്മായിയുടെ വക ഒരു പഴയ കറുത്ത മുഖാവരണമായിരുന്നു അത്. നിരത്തിൽ നിന്നും ഒരു പൊടിക്കാറ്റ് വന്ന് അവളെ തൊട്ടുപോയി. വെളുത്ത തൂവാലയുടെ മാർദ്ദവം കൊണ്ട് അവൾ കണ്ണുകളും കവിളുമൊപ്പി. മസ്ലിൻ തുണിയുടെ സുന്ദരമായ ഉൾവസ്ത്രം മുറിച്ചെടുത്ത് വീട്ടിൽ തന്നെ നിർമ്മിച്ചതായിരുന്നു ആ തൂവാല. ഒക്ടേവിയ, എനിക്കൊരു കാര്യം ചെയ്യാമോ? സ്വതസിദ്ധമായ ഔപചാരികതയോടെ ജഡ്ജ് ചോദിച്ചു. ആ മൂടുപടം ഒഴിവാക്കൂ. ഈ ദിവസത്തിന്റെ സത്യവും സൗന്ദര്യവുമായി അത് യോജിക്കാത്തതുപോലെ തോന്നുന്നു. വൃദ്ധ സുഹൃത്തിന്റെ അർത്ഥന അവൾ വിനയപൂർവം അനുസരിച്ചു. ഇരുണ്ട പരുക്കൻ മുഖപടം തൊപ്പിയിൽ നിന്നഴിച്ചു മാറ്റി മുമ്പിലെ ഇരിപ്പിടത്തിൽ വച്ചു. ആഹാ, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. സമാശ്വാസത്തെ കെട്ടഴിച്ചു വിട്ടതുപോലെ അദ്ദേഹം പറഞ്ഞു. മോളെ, ഇനി ഒരിക്കലും അത് ധരിക്കരുത്. സ്വന്തം കുടുംബം വഹിക്കുന്ന ദുഃഖഭാരത്തിന്റെ പങ്കുപറ്റുന്നതിൽ നിന്നും അവളെ തടയുകയാണോ അദ്ദേഹം എന്നോർത്ത് ഒക്ടേവിയയ്ക്ക് തെല്ലുവേദന തോന്നി. അവൾ പഴയ മസ്ലിൻ തൂവാല കൊണ്ട് വീണ്ടും കണ്ണു തുടച്ചു. കുതിരവണ്ടി വീതിയുള്ള നിരത്ത് വിട്ട് പഴയൊരു പുൽമൈതാനത്തിന്റെ തുറസിലേക്ക് പ്രവേശിച്ചു. വസന്തദീപ്തി കൊണ്ട് മനോഹരമായ മുൾമരക്കൂട്ടങ്ങൾ അവിടവിടെയായി കാണാറുമായി. ദൂരെ തഴച്ചു വളർന്ന പുല്ലിൻകൂട്ടങ്ങളെ ഏറെ രുചിയോടെ തിന്നുകൊണ്ട് മേയുന്ന കാലിക്കൂട്ടങ്ങൾ. മൈതാനത്തിന് അതിരുകെട്ടിയതുപോലെ ഉയർന്നു നിൽക്കുന്ന ലൈലാക്ക് മരങ്ങൾക്കിടയിലൂടെ നീളുന്ന വഴി ജഡ്ജ് പില്യറുടെ ഭവനത്തിലേക്കാണ്. അവിടെ വിടർന്നു നിന്ന അസംഖ്യം പൂക്കളുടെ ഗന്ധം ആർദ്രവും മൃദുലവുമായ ഒരു സ്വാഗതാലിംഗനം പോലെ അവർക്ക് അനുഭവപ്പെട്ടു. വീടിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം പെൺകുട്ടിയുടെ ചുമലിലൂടെ കൈയിട്ട് അവളുടെ മുഖം തനിക്കു നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്നലത്തെ പോലെ ഒരു ദിവസം അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഈ ഭൂമി മുഴുവൻ ജീവൻ തുടിച്ചു നിൽക്കുന്നത് നീ കാണുന്നുണ്ടോ? ഒക്ടേവിയ, സ്വർഗം ഒരിക്കൽ കൂടി കനിവു കാണിച്ച് മരിച്ചവരെ നമുക്ക് തിരിച്ചു തരില്ലേ? പില്യർ സ്വയം കരുതിക്കൂട്ടി മെല്ലെ മനസ്സിൽ പതിയുമാറ് സംസാരിക്കുകയായിരുന്നു. പതിവില്ലാത്ത ഒരു ഇടർച്ച സ്വരത്തിലും വല്ലാത്ത വികാര വിക്ഷോഭം മുഖത്തും കാണുമാറായിരുന്നു. അവൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവിടെ പ്രാർത്ഥനയും ആനന്ദത്തിൻ്റെതായ ഒരു ഉൾക്കിടലവും നിറഞ്ഞിരുന്നു. ഒരു വശത്ത് അതിരുമരങ്ങളും മറുവശത്ത് തുറന്ന പുൽമൈതാനവുമുള്ള വഴിയിലൂടെ അവർ സഞ്ചരിക്കുകയായിരുന്നു. കുതിരകൾ അതുവരെയുണ്ടായിരുന്ന മന്ദവേഗം വെടിഞ്ഞ് ധൃതി കൂട്ടി. അവർ ഭവനത്തിലേക്കുള്ള ചോലമരങ്ങൾ നിറഞ്ഞ വീതിയിലേക്ക് തിരിയവേ
പച്ചിലകൾക്കിടയിൽ മറഞ്ഞിരിക്കുകയായിരുന്ന തൂവലുകളണിഞ്ഞ ഗായക സംഘം ഒന്നടങ്കം പൊടുന്നനെ ശ്രുതിമധുരമായി മംഗളങ്ങൾ പൊഴിച്ചു. ജീവിതത്തേക്കാൾ തീവ്രവും സത്യവുമായ സ്വപ്നതുല്യമായ ഒരവസ്ഥയിൽ പ്രവേശിച്ചതുപോലെ ഒക്ടേവിയയ്ക്ക് അനുഭവപ്പെട്ടു. ചരിഞ്ഞ മേൽക്കൂരയുള്ള ചാരനിറത്തിലുള്ള ഭവനം, വയലുകൾക്കിടയിലൂടെ ദീർഘദൂരം നടന്നുവരുന്നവരെ കാണുന്നതുപോലെ പച്ചപ്പുകൊണ്ട് മങ്ങിയ കാഴ്ചയിൽ അവൾ പരിചിത മുഖങ്ങൾ കണ്ടു, പരിചിത ശബ്ദങ്ങൾ കേട്ടു. പിന്നെ എഡ്മണ്ട് അവളെ ആലിംഗനം ചെയ്യുകയായിരുന്നു. അവളുടെ മരിച്ചുപോയ എഡ്മണ്ട്, അവളുടെ ജീവിച്ചിരിക്കുന്ന എഡ്മണ്ട്. അവന്റെ ഹൃദയം അവൾക്കു നേരെ പെരുമ്പറ മുഴക്കുന്നതും അവളെ ഉണർത്തുവാൻ വെമ്പൽ പൂണ്ട അവന്റെ ചുംബനങ്ങളുടെ ഹർഷവേദനകളും അവൾക്കറിയുമാറായി. ജീവിതത്തിന്റെ ചൈതന്യം പോലെയായിരുന്നു അത്. അവളുടെ ആത്മാവും ആനന്ദവും തിരികെ നൽകാനായി ഉണർന്നു വന്ന വസന്തം പോലെ ഒന്ന്. ഏറെ സമയത്തിനു ശേഷം സ്വന്തം മാറിടത്തിൽ നിന്നും ആ ലോക്കറ്റ് എടുത്തു പിടിച്ചുകൊണ്ട് ഒക്ടേവിയ എഡ്മണ്ടിനെ ചോദ്യഭാവത്തിൽ നോക്കി. ഒരേറ്റുമുട്ടലിനു മുമ്പത്തെ രാത്രിയിലായിരുന്നു അത്. അയാൾ പറഞ്ഞു, യുദ്ധത്തിന്റെ ബഹളത്തിനിടയിലും തൊട്ടടുത്ത ദിവസത്തെ സേനാ പിന്മാറ്റത്തിനിടയിലുമല്ല, യുദ്ധം അവസാനിക്കുന്നതുവരെയും എനിക്കത് കൈമോശം വന്നിരുന്നില്ല. പോരാട്ടത്തിന്റെ ചൂടിനിടയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ അന്നത് മോഷ്ടിക്കപ്പെടുകയായിരുന്നു. മോഷ്ടിക്കപ്പെടുകയോ? അവളൊന്നു നടുങ്ങി. പിന്നെ ആകാശത്തിനു നേരെ മരണവേദനയോടെ മുഖമുയർത്തിക്കിടന്ന് മരിച്ച സൈനികനെക്കുറിച്ച് ചിന്തിച്ചു. എഡ്മണ്ട് യാതൊന്നും പറഞ്ഞില്ല. അയാൾ തനിക്കൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന പട്ടാളക്കാരനെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ദൂരെ മാറി നിഴലിൽ കിടന്നിരുന്ന ഒരാൾ, ഒന്നും പറയാതിരുന്ന ഒരാൾ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.